അച്യുതൻ ഭൂമിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ഈ നാട് വിട്ട് പോകുന്നില്ല, നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അത് കേട്ടതും ഭൂമിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നമുക്ക് ഒരു ഫംഗ്ഷൻ വെക്കണം, നാട്ടുകാരെയൊക്കെ വിളിച്ച് സദ്യ കൊടുക്കണം, അജയുടെ വീട്ടുകാരെയും വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, വെറുതെ ഒരു ഫംഗ്ഷൻ എങ്ങനെ വെക്കുക, നമുക്കത് ഫാദേഴ്സ് ഡേ ആയിട്ട് ചെയ്യാം എന്ന് പറയണം. അപ്പോൾ ഫംഗ്ഷന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഭൂമി കഫേയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലും പോയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ഒപ്പം അജിയെയും ക്ഷണിക്കുന്നുണ്ട്. വരണം, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല, ഞാൻ ഇനിയും ശല്യമായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അജയുടെ അടുത്ത് ഓരോ തമാശയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലിങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, ഫാദേഴ്സ് ഡേ ആയിട്ടാണ്. അപ്പോൾ വരണം, സാറ് വരണം എന്നൊക്കെ പറയുന്നത്. ഫംഗ്ഷന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്യുതനും അമ്മയും കൂടെ ഓരോ നാടകമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അംബിക അച്യുതൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോളെ ചെറുപ്പത്തിൽ കിട്ടിയത് ഒരു പെണ്ണ് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി, കുട്ടി കരയുന്ന സൗണ്ട് കേട്ടിട്ടാണ് പോയി എടുത്തിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ സ്ത്രീയെ അച്യുതൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. സൗഭാഗ്യപുരത്തെ വീട് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ മോള് പറയാറുണ്ടല്ലോ, ആ വീടുമായിട്ട് നമ്മുടെ മോൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും അച്യുതൻ എല്ലാ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമി സൗഭാഗ്യപുരത്ത് പോയിട്ട് അവിടുത്തെ മുത്തശ്ശിയെയും അജയുടെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഭവാനിയെയും പ്രത്യേകം ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻറ്റിയും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കാം എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. ഭവാനി അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി ആ ഫംഗ്ഷനിൽ ഇതെൻ്റെ മകളല്ല എന്ന് പറഞ്ഞിട്ട് സത്യന് കൊടുക്കാനായിരിക്കും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാടക കൊലയാളെ വിളിക്കാൻ വേണ്ടി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഭവാനി ഇങ്ങനെ വിഷമിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭൂമി ക്ഷണിക്കാൻ പോയിരിക്കുന്നത് സത്യനാണ്. സത്യൻ അപ്പോൾ അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സാറിങ്ങനെ മദ്യപിക്കേണ്ട, ആരോഗ്യം നശിച്ചു പോവില്ലേ, ഇത്രയും വലിയ പോലീസ് ഓഫീസറായ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം എൻ്റെ ആരോഗ്യം ഇത്രയും മാത്രം ശ്രദ്ധിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സാറുടെ മകളായിരിക്കാം എന്ന് പറയുന്നത്. അത് കേട്ടതും സത്യന് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.